വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പാക്കിയിരിക്കുന്ന CPM മന്ത്രിമാരിൽ ഒരാളാണ് MB രാജേഷ്. നിലവിലെ തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. പാലക്കാട് ജില്ലയിലെ തൃത്താല നിയമസഭാ മണ്ഡലമാണ് MB രാജേഷ് പ്രതിനിധീകരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA ആയിരുന്ന VT ബൽറാമിനെ 3016 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് MB രാജേഷ് നിയമസഭയിലേക്ക് കടന്നു വന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് 100% ഉറപ്പിച്ചിരുന്ന് അതിൻ്റെ വിജയത്തിന് ശേഷമുള്ള ആഘോഷത്തിന് വേണ്ടിയിട്ട് ഗാനം വരെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന MB രാജേഷ് എന്നാൽ റിസൾട്ട് വന്നപ്പോൾ VK ശ്രീകണ്ഠനോട് 8 നിലയിൽ പൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ തോൽവിക്ക് പിന്നാലെ 2021 വീണ്ടും നിയമസഭയിലേക്ക് ഒരു അവസരം കൊടുത്ത് അങ്ങനെയാണ് MB രാജേഷ് അവിടെ മത്സരിച്ച് ജയിച്ചു വരുന്നത്. എന്തായാലും ഇത്തവണ നിലവിലെ സിറ്റിംഗ് MLA എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ തൃത്താലയിൽ വീണ്ടും ഒരു പോരിന് ഇറങ്ങുമ്പോൾ വലിയ ഒരു തോൽവിയാണ് MB രാജേഷിനെ കാത്തിരിക്കുന്നത്. തൃത്താല നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് 8 പഞ്ചായത്തുകൾ ചേർന്ന ഒരു മണ്ഡലമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് തൃത്താല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആകെ 8-ൽ 5 പഞ്ചായത്തുകളും UDF സ്വന്തമാക്കി. 3 പഞ്ചായത്തുകൾ മാത്രമാണ് LDFന് നേടാൻ കഴിഞ്ഞത്. മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1970 മുതൽ ഏതാണ്ട് 87 വരെ അത് UDF കൈവശം വെച്ചിരുന്നു. പിന്നീട് 95 മുതൽ 2006 വരെ അത് LDFിൻ്റെ കൈവശമായിരുന്നു. എന്നാൽ 2011 എത്തിയപ്പോൾ അവിടെ കോൺഗ്രസ് യുവ നേതാവായിട്ടുള്ള VT ബൽറാമിനെ രംഗത്തിറക്കുന്നു. CPMൻ്റെ P മമ്മിക്കുട്ടിയെ 3197 വോട്ടുകൾക്ക് തകർത്തുകൊണ്ടാണ് VT ബൽറാം തൻ്റെ കന്നി അംഗം അങ്ങനെ മികവുറ്റതാക്കി മാറ്റിയത്. തൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉജ്ജ്വല വിജയം നേടിക്കൊണ്ട് CPMൻ്റെ ഒരു സിറ്റിംഗ് മണ്ഡലം VT ബൽറാം കോൺഗ്രസിന് വേണ്ടിയിട്ട് പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ സഭയ്ക്കകത്ത്, നിയമസഭയ്ക്കകത്തും പുറത്തുമെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ ഒരു മുഖമായിട്ട്, ശബ്ദമായിട്ട് മാറാൻ VT ബൽറാമിന് കഴിഞ്ഞു. ഈ തൃത്താല മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ അതിന് ആ ഒരു കാലഘട്ടത്തിൽ VT ബൽറാമിന് സാധിച്ചിട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ വീണ്ടും മികച്ച ഒരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് ബൽറാം അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭൂരിപക്ഷം 10587 വർദ്ധിപ്പിക്കാൻ ബൽറാമിന് കഴിഞ്ഞു. ആ 10 വർഷത്തെ കാലയളവിൽ 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഉമ്മൻചാണ്ടി ഭരിച്ച UDF സർക്കാർ ഭരിച്ച ഒരു കാലഘട്ടമാണ്. ആ 5 വർഷം മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ കൊണ്ടുവരാൻ VT ബൽറാമിന് കഴിഞ്ഞു. എന്നാൽ 2016 മുതൽ 2021 വരെ ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലയിലാണ് VT ബൽറാം ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചത്. അതിൻ്റെതായ പരിമിതികൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ MLAമാരുടെ മണ്ഡലങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള സഹായങ്ങളൊന്നും തന്നെ ചെയ്യാത്ത പിണറായി വിജയൻ സർക്കാർ ഒരു നയസമീപനം അത് അവിടെ തൃത്താലയിൽ 2011 മുതൽ 2016 മുതൽ 2021 വരെയുള്ള 5 വർഷ കാലയളവിൽ പ്രകടമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ UDF വീണ്ടും ബൽറാമിനെ ഒരിക്കൽ കൂടി രംഗത്തിറക്കുകയാണ് ചെയ്തത്. CPM സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള മന്ത്രി MB രാജേഷിനും സീറ്റ് കൊടുത്തിരിക്കുന്നു. ശക്തമായ ഒരു പോരാട്ടം ഈ മണ്ഡലത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ UDFന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു മുന്നേറ്റമാണ്. ഈ 8 പഞ്ചായത്തുകളിലായിട്ട് UDFന് 6321 വോട്ടുകളുടെ ഒരു മൃഗീയ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VT ബൽറാമിനെ കൈവിട്ട പല ഗ്രാമപഞ്ചായത്തുകളും ഇത്തവണ തിരികെ പിടിക്കാനായിട്ട് UDFന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ പരാജയത്തിന് ശേഷം വീട്ടിൽ കയറി കുത്തിയിരിക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്ക് കൂടെയുള്ള ഒരാളായിട്ട്, ഒപ്പമുള്ള ഒരാളായിട്ട് കൂടെ നിന്നുകൊണ്ട് മുന്നേറുന്ന ഒരു ജനകീയനായിട്ടുള്ള VT ബൽറാമിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് VT ബൽറാമിന് അവിടെ ലഭിക്കുന്നുണ്ട്. ബൽറാമിൻ്റെ ആ പ്രവർത്തനമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റത്തിന് UDFന് സഹായകമാവുകയും ചെയ്തത്. എന്നാൽ മന്ത്രി MB രാജേഷ് അവിടെ അത്തരത്തിലൊരു ജനകീയനല്ല എന്നത് CPMന് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ചൂടുപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ MB രാജേഷ് VT ബൽറാമിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താൻ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിലെ തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് മുന്നോട്ട് വെച്ചുകൊണ്ട് സംവാദത്തിന് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് VT ബൽറാമിനെ വെല്ലുവിളിക്കുന്ന ഒരു MB രാജേഷിനെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അദ്ദേഹം ഓരോ ദിവസവും ഇത്ര മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വെല്ലുവിളിച്ചിട്ട് അത് ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അത് ഒരു പ്രചരണായുധമാക്കി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ കഴിഞ്ഞ ദിവസം VT ബൽറാം ഒരു വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്തു. വെല്ലുവിളിക്ക് താൻ തയ്യാറാണ്, സംവാദത്തിന് താൻ തയ്യാറാണ് എന്ന് VT ബൽറാം പൊതുയോഗത്തിൽ തന്നെ തുറന്ന് പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം തന്നെ മറ്റൊരു വെല്ലുവിളി VT ബൽറാം
എം പി രാജേഷിന് മുന്നിലോട്ട് വെച്ചു. അത് എം പി രാജേഷിന് മുന്നിലേക്ക് മാത്രമല്ല, അത് CPM-ന് മുന്നിലേക്ക് വെച്ചൊരു വലിയ വെല്ലുവിളിയാണ്. അതൊരു ഒന്നൊന്നര വെല്ലുവിളിയായിപ്പോയി. ആ വെല്ലുവിളിയിൽ എം പി രാജേഷ് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. VT ബലറാം പറയുന്നത് ഇത്തരത്തിൽ ഈ എം പി രാജേഷ് തന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. വികസന പദ്ധതികൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വെല്ലുവിളിക്കുന്നുണ്ട്. താൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. തൃത്താല നിയമസഭാ മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇതൊരു പൊതു തെരഞ്ഞെടുപ്പാണ്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 140 മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആവശ്യമാണ്. വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അത് 140 മണ്ഡലങ്ങളിലും, തൃത്താലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമൊന്നുമല്ലല്ലോ. തൃത്താലയിൽ മാത്രമായിട്ടൊരു വികസന ചർച്ചയും ഇവിടെയും ഒരു പ്രത്യേക സാധ്യതയില്ല. അപ്പോൾ 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ 140 മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ വികസനത്തെക്കുറിച്ചുള്ള ചർച്ച വേണം. എന്തൊക്കെ വികസന പദ്ധതികൾ അവിടെ നടന്നു എന്നതിൽ താരതമ്യം ചെയ്തുകൊണ്ടൊരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ്. അതിന് തുടക്കം നമുക്ക് ധർമ്മടത്തു നിന്നും കുറിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ട് അത്തരമൊരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് VT ബലറാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ കേരളത്തെ മാറ്റിമറിച്ചു, കേരളത്തെ ലോകോത്തര സംസ്ഥാനമാക്കി മാറ്റി എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയും LDF-ഉം CPM-ഉം എല്ലാം അവകാശപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങേയറ്റം വികസനം കൊണ്ട് വീർപ്പ് മുട്ടിച്ച ഒരു കാലഘട്ടമാണ് എങ്കിൽ മുഖ്യമന്ത്രി ഒരു വികസനവുമായി ബന്ധപ്പെട്ടുള്ള സംവാദത്തിന് തയ്യാറാവുക. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ട് ആ ഒരു സംവാദത്തിന്, നിങ്ങളുടെ വികസനവും നിങ്ങൾ പറയുന്ന വികസനത്തെക്കുറിച്ച് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. അത് നമുക്ക് സംസ്ഥാന തലത്തിൽ തന്നെ തുടങ്ങാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലാകട്ടെ. VD സതീശനോട് സംവദിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഉള്ളൊരു മറുതന്ത്രം VT ബലറാം അങ്ങനെ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിന് എം പി രാജേഷ് ഇതുവരെയും മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. ആ വെല്ലുവിളി എം പി രാജേഷോ അല്ലെങ്കിൽ CPM-ഓ മുഖ്യമന്ത്രി ഏറ്റെടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വളരെ ശക്തമായ ഒരു പോരാട്ടം തൃത്താലയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള വാക്കേറ്റങ്ങളും എല്ലാം തന്നെ ഇതിനോടകം അവിടെയും തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂട് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ VT ബലറാം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു വെല്ലുവിളി അത് ഏറ്റെടുക്കാൻ എം പി രാജേഷിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ചങ്കൂറ്റമുണ്ടോ, ചങ്കുറപ്പുണ്ടോ എന്നതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്.